നസർകോളായി ഇന്നലെയാണ് ഏതാണ്ട് 138 ദിവസത്തെ വനവാസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടം പാലക്കാടേക്ക് എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഷാഫിയുടെ അനുയായികൾ അയാൾക്ക് വേണ്ടുന്ന പൂർണ്ണ സംരക്ഷണം ഒരുക്കുന്നു. പോകേണ്ട സ്ഥലങ്ങളെല്ലാം ചാർട്ട് ചെയ്തു വെക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെയൊരു ആളില്ല എന്ന മട്ടിൽ സ്വീകരണം കൊടുക്കാൻ കുറേ കോൺഗ്രസ്സുകാർ ഒരുങ്ങി പുറപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. നസർകോളായി, എവിടത്തേക്കാണ് ഈ ഒരു പോക്ക്? എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം ഒരു നാടകമാടുകയാണെന്നുള്ളത് കാണുന്ന എല്ലാവർക്കും ബോധ്യമാവുന്ന കാര്യമല്ലേ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ഇവർ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാള് നിയമസഭയിൽ വരാനുള്ള സാധ്യതയില്ല എന്നുള്ള രൂപത്തിൽ നിയമസഭാ കക്ഷി നേതാവും പ്രതിപക്ഷ നേതാവും കൂടിയായ സതീശൻ പറയാം. എന്നിട്ട് സതീശന്റെ വാക്കുകളൊക്കെ ധിക്കരിച്ചുകൊണ്ട് അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് രാഹുൽ നിയമസഭയിലെത്തുക. ആ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കോൺഗ്രസിന്റെ ആളുകളും അദ്ദേഹത്തെ കാണാൻ പോയില്ല. ലീഗിന്റെ ആളുകളാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയത്. അത് സ്വാഭാവികം, അത് വേറെ കഥ. പക്ഷെ ഞാൻ പറയുന്നു, എന്നിട്ട് ഈ നിയമസഭയിലേക്ക് വരുന്ന ആരുടെ കൂടിയാണ്? യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിന്റെ കൂടെയാണ് അദ്ദേഹം വരുന്നത്. ഇന്നലെ ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്? പാലക്കാട് എത്തുമ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുക്കുന്ന രൂപത്തിലാണ്. ഇതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. വിൻസെന്റ് MLA-ക്കെതിരെ ഒരു വീട്ടമ്മ പരാതി കൊടുത്തു പോലീസിൽ. അങ്ങനെ അദ്ദേഹത്തെ ജയിലിലടക്കുകയുണ്ടായി. അത് കൃത്യമായി തെളിയിക്കപ്പെട്ടപ്പോൾ ആ വീട്ടമ്മയുടെ പരാതിയുടെ പേരിൽ ജയിലിലടക്കപ്പെട്ട വിൻസെന്റ് പുറത്തിറങ്ങിയപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പുറത്തിറങ്ങുന്ന നേതാവിനെ പോലെ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന ഒരു സാംസ്കാരിക പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. മാത്രമല്ല, ഇതിലെനിക്ക് കുറച്ചുകൂടി ലോജിക്കായി തോന്നിയിട്ടുള്ള ഒരു കാര്യം, മുസ്ലിം ലീഗിന്റെ നേതാവും UDF നേതാവുമായ മാരായി മംഗലം എന്ന് പറയുന്ന ആള് പറഞ്ഞത് കൃത്യമാണ്. അതിനോട് കുറച്ചുകൂടി യോജിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം രാഹുൽ പറയണ്ടേ, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കുറ്റവാളിയല്ല എന്ന് ബോധ്യപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവനയെങ്കിലും ചെയ്താൽ അത് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. ഞാൻ തെറ്റുകൾ ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലും പറയുന്നില്ല എന്ന് ധിക്കാരം കാണിക്കല്ലേ. കാരണം നിഷേധിക്കാൻ കഴിയില്ല രാഹുൽ എന്നുള്ളത് വളരെ കൃത്യം. സകല ചാനലുകളും പത്രപ്രവർത്തകരും ഒക്കെ ചോദിച്ചല്ലോ, ഈ ഒരു പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കാൻ, നീ ഗർഭം അലസിപ്പിക്കണം എന്ന് 2 പെൺകുട്ടികളോടാ പറഞ്ഞിട്ടുള്ളത്. ഒരു പെൺകുട്ടിയോട് പറയുന്നു, നീ ഗർഭം അലസിപ്പിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിന്നെയും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും നശിപ്പിക്കാൻ എനിക്ക് നിമിഷങ്ങൾ വേണ്ട. ഇതൊരു സാധാ മനുഷ്യനല്ല പറയുന്നത്, ഇതൊരു MLA പറയുന്നത്, ഒരു ജനപ്രതിനിധിയാ പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി വ്യാജ ഐഡന്റിറ്റി കാർഡിലൂടെ വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് പറയുന്നത്. നീ ഗർഭചിത്രത്തിന് തയ്യാറായില്ലെങ്കിൽ നിന്നെയും കുട്ടിയെയും നിമിഷം കൊണ്ട് ചവിട്ടി ഇല്ലാതാക്കാൻ എനിക്ക് കഴിയും. പത്രക്കാർ ചോദിച്ചല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനോട്, ഈ വീഡിയോ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? ഈ ശബ്ദം നിങ്ങളുടേതല്ലാന്ന് പറയുന്നുണ്ടോ? UDF കൺവീനർ, കോൺഗ്രസ് നേതാവ്, അദ്ദേഹം പറയാൻ ശ്രമിച്ചല്ലോ അത് AI ആണ്, അത് AI ടെക്നിക്കിലൂടെ ഉണ്ടാക്കിയതാണ് എന്ന് പറയാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നേരെ ഉയർന്നു വിട്ടിട്ടുള്ള ഓരോപണങ്ങളും ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല. നിഷേധിക്കാൻ കഴിയില്ല, അതൊരു സത്യമാണ്. കാരണം ആരോപണം ഉന്നയിച്ചത് എതിർ രാഷ്ട്രീയക്കാരല്ല, കൂടെ നിൽക്കുന്നവരാണ്. ഞാനിപ്പോ അതിന്റെ വിശദീകരണത്തിലേക്ക് നിൽക്കുന്നില്ല. അപ്പൊ വളരെ കൃത്യവും വ്യക്തവുമായി ഈ നാടിനും രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസ്സുകാർക്കും എല്ലാം ബോധ്യമുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ഒരു പ്രണയം ഉണ്ടായി, ആ പ്രണയത്തിന്റെ പേരിൽ ചിലത് സംഭവിച്ച് അതിനുശേഷം വാക്കുമാറി അവരെ ഒറ്റപ്പെടുത്തിയ ഒരു സംഭവം അല്ലേ ഇത്? അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊരു പരമ്പരയായി KSUവിന്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ചെന്നിത്തലയുടെയും MI ഷാനവാസിന്റെയും കൂടെ പ്രവർത്തിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ 10-69 വയസ്സുള്ള നേതാക്കൾ വരെ മുമ്പിൽ കാണുന്ന സകല സ്ത്രീകളെയും ഉപഭോഗ വസ്തുവായി കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ. എന്നിട്ട് അത് നിഷേധിക്കുന്ന പ്രശ്നം അദ്ദേഹത്തിനില്ല, നിഷേധിക്കാൻ കഴിയില്ല. എന്നാലുണ്ടല്ലോ ഈ ലീഗിന്റെ നേതാവ് മാരായി മംഗലം പറഞ്ഞതുപോലെ അതൊന്ന് നിഷേധിക്കുക, ഒന്ന് ക്ലിയർ ചെയ്യുക, അങ്ങനൊന്നുമില്ല. എന്താണ് ഇയാള് ഈ കോൺഗ്രസിന് സമൂഹത്തിന് നൽകുന്ന ഒരു ധാരണ? ഞാൻ ഈ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും തിരുത്താൻ ഞാൻ തയ്യാറല്ല. ഞാൻ തിരുത്തിയിട്ടില്ലെങ്കിലും എന്നെ ഇതാ സ്വീകരിക്കാൻ ആളുണ്ട്. ഷാഫി പറമ്പിലിന്റെ വളർത്തുപുത്രനാണ് ഞാൻ, ദത്തുപുത്രനാണ് ഞാൻ. ഷാഫി പറമ്പിലിന്റെ എല്ലാമാണ് ഞാൻ, ഇല്ലേ? ഷാഫി പറമ്പിൽ ഇന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല, അയാളുടെ നേരെ ഉള്ളതൊക്കെ ആരോപണങ്ങളാണ്, കള്ളാരോപണങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, VD സതീശൻ ഈ കാര്യത്തിൽ ഇവർക്ക് അത്ര ഒരു 100% അല്ല, ഒരു 50% അനുകൂലമായി 50% എതിർത്ത് നിൽക്കുന്ന VD സതീശനെ ഓൺലൈൻ മേഖലയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി പറയുന്ന ആക്ഷേപം കേട്ടുകഴിഞ്ഞാൽ
ഇപ്പം ഈ പഴയ ഭാഷയിൽ പറഞ്ഞാൽ 7 വെള്ളത്തിൽ കുളിച്ചാലും പോവാത്തത്ര ആക്ഷേപങ്ങളാണ് ഈ വി ഡി സതീശനെ കുറിച്ച് ഈ ഷാഫിയുടെയും ഈ രാഹുലിൻ്റെയും ഓൺലൈൻ ഗൂണ്ടകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, യൂട്യൂബ് ചാനലടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഷാഫിയോട് ചോദിക്കുകയാണ്, ഷാഫി പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും വലിയ ആക്ഷേപം നടക്കുന്നുണ്ടല്ലോ, ഒരക്ഷരം മിണ്ടാതെ ഷാഫി നടന്നു പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെയും അവരതിനെ എതിർക്കുന്നില്ല, വളരെ കൃത്യമായിട്ട് ഓൺ ചെയ്യുന്നുണ്ട്. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ആരോപണങ്ങൾ പിന്നെ അതിനെ തള്ളിക്കളയാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാവുന്നില്ല, ഈ ശബ്ദരേഖയെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല, അതുപോലെ തന്നെ ഈ ഓൺലൈൻ ഗുണ്ടകളെ തള്ളിപ്പറയാൻ ഷാഫിയും തയ്യാറാകുന്നില്ല. അക്കാര്യത്തിൽ അവർ വളരെ ജെന്യൂനാണ് കേട്ടോ. ഷമ്മി, എന്താ ഇതിനൊക്കെ പറയാൻ? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ കോൺഗ്രസിന്റെ വ്യക്തമായ ലേബലിൽ നിന്ന് ഈ ഷാഫിയുടെയും രാഹുലിന്റെയും സൈബർ ഗുണ്ടകൾ, ഞാനിപ്പോ 9 സൈബർ ഗുണ്ടകൾക്കെതിരെ എന്റെ പരാതി നിലനിൽക്കുന്നുണ്ട്. നമ്മളെ ആക്രമിക്കുന്ന പോട്ടെ, നമ്മളൊരു മറുപക്ഷത്തുള്ള ഇവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളാണ് നോക്ക്. സ്വന്തം പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവിനെതിരെ കേട്ടാൽ അറക്കുന്ന, നിങ്ങൾ പറഞ്ഞ 7 വെള്ളത്തിലല്ല, എത്ര കുളിച്ചാലും വൃത്തിയാകാത്ത അത്രയും വൃത്തികെട്ട ഭാഷ്യത്തിൽ കോൺഗ്രസിന്റെ ആളുകൾ സ്വന്തം ആളുകളെ സൈബർ ഗുണ്ടകൾ കടന്നാക്രമിക്കാൻ പിന്നെ വി ഡി സതീശനെ അടക്കം. നിങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ഒരക്ഷരം മിണ്ടാൻ ഇവർ തയ്യാറാണല്ലോ. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. തിരിച്ച് ഇവര് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയ എതിരാളികളെ കുറിച്ച് എന്ത് വൃത്തികേടാ പറയാ. ഗോവിന്ദമാഷെ കുറിച്ച്, അതുപോലെ തന്നെ പിന്നെ പിണറായിയെ കുറിച്ച് ഇവരുടെയൊക്കെ ഭാഷ്യം എങ്ങനെയാണ്? സാധാരണ ഒരു സാംസ്കാരിക ഭാഷയാണോ ഇവർ ഉപയോഗിക്കുക? വളരെ വൃത്തികെട്ട ഭാഷയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഷാഫിയൊക്കെ പൊട്ടിത്തെറിച്ച് പറയല്ലോ. ഒരു കോൺഗ്രസ് നേതാവിനെതിരെ അല്ലെങ്കിൽ പിന്നെ UDF നേതാവിനെതിരെ CPM-ന്റെയോ പ്രതിപക്ഷ നിരയിൽ നിന്നോ ഒരു വൃത്തികെട്ട ആരോപണം വേണ്ട. സാധാരണഗതിയിലുള്ള ഒരു ആരോപണം വന്നാൽ പോലും അതിനെ പ്രതിരോധിക്കാനും ശക്തമായിട്ട് അതിനെതിരെ കടന്നാക്രമിക്കാനും 1000 നാവുള്ള അനന്തനാണല്ലോ ഈ ഷാഫി, അല്ലെ? എന്നിട്ട് സ്വന്തം പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണമല്ല, കടുത്ത പച്ചത്തെറി, ആ തെറി വിളിച്ചതിനെ കുറിച്ച് മറുപടി ചെയ്യാൻ തയ്യാറാകുന്നില്ല. എന്താണ് ഷാഫിയും രാഹുലും കേരള രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ഒരു ചൂണ്ടുപലക? അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ എന്ത് വൃത്തികേടും ചെയ്യും, ഞങ്ങൾ സ്ത്രീകളെ പീഡിപ്പിക്കും, ഞങ്ങൾ പെൺകുട്ടികളെ പീഡിപ്പിക്കും, എന്നിട്ട് ഗർഭമുണ്ടായാൽ അലസിപ്പിക്കാൻ ഞങ്ങൾ പറയും, ഇല്ലെങ്കിൽ ചവിട്ടി കൊല്ലുന്ന ഞങ്ങൾ പറയും. അങ്ങനെയൊക്കെ പറയാനുള്ള തന്റെ ഒരു കഴിവ് ഞങ്ങൾക്കുണ്ട്. വൃത്തികെട്ട കഴിവ്, അംഗീകാരമല്ല. കാരണം ഇവര് പോറ്റി വളർത്തിയ ഗുണ്ടകളുണ്ട്. എന്ത് തമ്മാടിത്തം ചെയ്താലും 1000കണക്കിന് 10000കണക്കിന് ലൈക്ക്, ആ ലൈക്ക് വെച്ചിട്ട് അളക്കാണ്. മിനിറ്റുകൾ കൊണ്ട് ഞങ്ങൾക്ക് ലൈക്ക് വരുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഉണ്ട്. ഇതാണോ കോൺഗ്രസ്? ഇങ്ങനെ വൃത്തികേട് ചെയ്യുന്നവരുടെ കൂടെയാണോ കോൺഗ്രസ്? ആണെങ്കിൽ സതീശനെതിരെ വന്നിട്ടുള്ളതെങ്കിലും ഇവരെ തിരുത്തി പറയണ്ടേ? ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവർക്കെതിരെ ഈ സൈബർ ഗുണ്ടകൾ നടത്തിയിട്ടുള്ള ആക്രമണത്തിനെതിരെ ഈ നിമിഷം വരെ പ്രതികരിക്കാൻ ഈ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടുണ്ടോ?